സോ നമ്മൾ രണ്ട് പ്രിൻസിപ്പിൾസ് പറഞ്ഞിരുന്നു, രണ്ട് കോർ ടെക്നിക്സുകൾ, ജനറ്റിക് എഞ്ചിനീയറിങ്ങും അതുപോലെ മെയിൻ്റനൻസ് ഓഫ് സ്റ്റെറൈൽ അല്ലെങ്കിൽ മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഫ്രീ ആയിട്ടുള്ള ആംബിയൻസ്. ഈ രണ്ട് പ്രിൻസിപ്പിൾസിലൂടെയാണ് ആക്ച്വലി ബയോടെക്നോളജിക്കൽ പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഈ പ്രിൻസിപ്പിളിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതാണ് കോൺസെപ്ച്വൽ ഡെവലപ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. എങ്ങനെയാണ് ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രിൻസിപ്പിൾക്ക് അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നത്, എങ്ങനെയാണ് ജനറ്റിക് എഞ്ചിനീയറിങ്ങിലൂടെയാണ് അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് എങ്ങനെയാണ് എത്തിയത്. അതാണ് കോൺസെപ്ച്വൽ ഡെവലപ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. സോ നമുക്ക് അതിനു മുമ്പായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷന്, അസെക്ഷൽ റീപ്രൊഡക്ഷനേക്കാളും മേലെയുള്ള ഒരു അഡ്വാൻറ്റേജുകൾ? സോ സെക്ഷൽ റീപ്രൊഡക്ഷൻ നമുക്കറിയാം എന്താണ്, വേരിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ബിക്കോസ് രണ്ട് പാരൻസ് ഉള്ളതുകൊണ്ട് വേരിയേഷൻസ് ഉണ്ടാവും സെക്ഷൽ റീപ്രൊഡക്ഷനിൽ. അതുപോലെ രണ്ട് പാരൻസിനെയും കൂടിയിട്ടുള്ള ഒരു യുണീക്ക് കോമ്പിനേഷൻസ് ഓഫ് ജനറ്റിക് സെറ്റപ്പ് ആയിരിക്കും. സോ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ വേരിയേഷൻസ് ഉണ്ടാവും, യുണീക്ക് കോമ്പിനേഷൻ ഓഫ് ജനറ്റിക് സെറ്റപ്പ് ആയിരിക്കും. അതുപോലെ ഈ വേരിയേഷൻസ് അല്ലെങ്കിൽ യുണീക്ക് കോമ്പിനേഷൻസ് ഓഫ് ജനറ്റിക് സെറ്റപ്പ് എന്ന് പറയുന്നത്, ഈ വേരിയേഷൻസ് എസ്പെഷ്യലി ഒരു പക്ഷേ ബെനിഫിഷ്യൽ ആയിരിക്കാം ആ ഓർഗാനിസത്തിനോ അല്ലെങ്കിൽ ആ പോപ്പുലേഷനോ, ഓർഗാനിസത്തിൻ്റെ പോപ്പുലേഷനോ അതോ ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിനോ ഒരു പക്ഷേ ബെനിഫിഷ്യൽ ആയിട്ടുള്ള വേരിയേഷൻസും ആയിരിക്കാം. അതേസമയം അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ പ്രത്യേകത, ഇറ്റ് പ്രിസേർവ് ദ ജനറ്റിക് ഇൻഫർമേഷൻ. അതിൻ്റെ ജനറ്റിക് ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ജനറ്റിക് ഇൻഫർമേഷൻ അതങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടുപോകുന്നു. അതാണ് പ്രിസേർവ് ദ ജനറ്റിക് ഇൻഫർമേഷൻ. എന്നാൽ നമ്മൾ ട്രഡീഷണൽ ഹൈബ്രിഡൈസേഷൻ, ഇപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷന് അസെക്ഷൽ റീപ്രൊഡക്ഷനേക്കാളും കൂടുതൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വേരിയേഷൻസും ഒരു യുണീക്ക് ജനറ്റിക് സെറ്റപ്പും. അത് ഉണ്ടാവുന്ന ആ വേരിയേഷൻസ് ഒരു പക്ഷേ ഓർഗാനിസത്തിനോ അല്ലെങ്കിൽ ആ പോപ്പുലേഷൻ ഓഫ് ഓർഗാനിസത്തിനോ ബെനിഫിഷ്യൽ ആയിരിക്കാം, ഉപകാരപ്രദമായിരിക്കാം. എന്നാൽ അസെക്ഷൽ റീപ്രൊഡക്ഷനിലുള്ള പ്രത്യേകത, അത് ഒരു ജനറ്റിക് ഇൻഫർമേഷനെ പ്രിസർവ് ചെയ്യുള്ളൂ. കൂടുതൽ അപ്പോൾ പ്രിഫർ ചെയ്യുന്നത് എന്തായിരിക്കും, സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. മോർ നമ്പർ ഓഫ് വേരിയേഷൻസ് വന്നാൽ മാത്രമേ അഡാപ്റ്റബിലിറ്റി ഉണ്ടാവുള്ളൂ. എന്നാൽ നമ്മളിപ്പോൾ ഇത്രയും ചെയ്തിരുന്ന മുമ്പത്തെ ചാപ്റ്ററിലൊക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള ഹൈബ്രിഡൈസേഷൻ, ഒരു പുരാതനമായിട്ട് നമ്മൾ ചെയ്ത ആ ഹൈബ്രിഡൈസേഷൻ പ്രൊസീജിയറുകളിലെല്ലാം തന്നെ, അതൊരു പ്ലാന്റ് ബ്രീഡിംഗ് ആയിക്കോട്ടെ ആനിമൽ ബ്രീഡിംഗ് ആയിക്കോട്ടെ, ഈ പ്രൊസീജിയറുകളിലൊക്കെ എന്താണ് സംഭവിക്കുന്നത്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് അൺഡിസൈറബിൾ ജീൻ, നമുക്ക് ആവശ്യമില്ലാത്ത ജീനുകൾ കൂടി അതിൽ ഉൾപ്പെടാറുണ്ട്. സോ ഇൻക്ലൂഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് അൺഡിസൈറബിൾ ജീൻ അലോങ് വിത്ത് ഡിസൈറബിൾ ജീൻ. നമുക്ക് ഏത് ജീനാണോ ആവശ്യമുള്ളത്, ഡിസൈറബിൾ ജീന്, അതിനോടൊപ്പം തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള അൺഡിസൈറബിൾ ആയിട്ടുള്ള നമുക്ക് ആവശ്യമില്ലാത്ത ജീനുകൾ കൂടി മൾട്ടിപ്ലൈ ചെയ്യാനും അത് ഉൾപ്പെടാറുണ്ട്. ഏത് ട്രഡീഷണൽ പ്രൊസീജിയറുകളുള്ള പ്ലാന്റ് ബ്രീഡിങ്ങിലും ആനിമൽ ബ്രീഡിങ്ങിലൊക്കെ. സോ നമുക്ക് ഈ ജനറ്റിക് എഞ്ചിനീയറിങ്ങിലൂടെ ഇതിനൊരു മാറ്റം വരുത്തുക എന്നാണ് ഉദ്ദേശം. സോ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള അൺഡിസൈറബിൾ ആയിട്ടുള്ള ജീനുകളെ വേണ്ട, ഡിസൈറബിൾ ആയിട്ടുള്ള ജീനുകൾ മാത്രം മതി എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത് ത്രൂ ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ്. സോ ട്രഡീഷണൽ ഹൈബ്രിഡൈസേഷനേക്കാളും എന്തുകൊണ്ടും മികച്ചത് ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ്. സോ ജനറ്റിക് എഞ്ചിനീയറിങ്ങിലൂടെ നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ജീനുകളെ മാത്രം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നു. സോ ഈ ജനറ്റിക് എഞ്ചിനീയറിംഗിൻ്റെ ടെക്നിക്കുകളിലൂടെ നമ്മൾ എന്താണ് ടെക്നിക്സ് ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നിക്സ് ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് എന്താണ്ടാവണേ, അതിൽ ഇൻക്ലൂഡ്സ് ക്രിയേഷൻ ഓഫ് റീകോമ്പിനൻറ്റ് DNA. അതിൽ റീകോമ്പിനൻറ്റ് പുതിയ ഫോമിൽ കമ്പൈൻഡ് ആയിട്ടുള്ള മോഡിഫൈഡ് ഫോമിലുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ജനറ്റിക് ഓൾട്ടറേഷൻ വന്നിട്ടുള്ള ആ DNA ക്രിയേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എങ്ങനത്തെ DNA? റീകോമ്പിനൻറ്റ് DNA. അപ്പോൾ തന്നെ അറിയാം, പുതിയ ഫോമിലുള്ള റീകമ്പൈൻഡ് ആയിട്ടുള്ള റീകോമ്പിനൻറ്റ് DNA ക്രിയേറ്റ് ചെയ്യുന്നു. ജനറ്റിക് എഞ്ചിനീയറിംഗിൽ എന്താ സംഭവിക്കുന്നത്, ക്രിയേഷൻ ഓഫ് റീകോമ്പിനൻറ്റ് DNA, യൂസ് ഓഫ് ജീൻ ക്ലോണിങ്, നമ്മൾക്ക് ആവശ്യമുള്ള ജീനുകളെ ക്ലോൺ ചെയ്തു മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്നു, ആൻഡ് ആ ജീനുകളെ ട്രാൻസ്ഫർ ചെയ്യുന്നു, ജീൻ ട്രാൻസ്ഫർ. അതുവഴി നമുക്ക് എന്ത് സംഭവിക്കുന്നു, വിച്ച് allow us to isolate and introduce, അതുവഴി നമുക്ക് ഐസൊലേറ്റ് ചെയ്യാനും ഇൻട്രൊഡ്യൂസ് ചെയ്യാനും പറ്റുന്നു. എങ്ങനത്തെ, ഓൺലി വൺ or set of desirable gene.
നമുക്ക് ആവശ്യമുള്ള ഒരു ജീനോ അല്ല ആവശ്യമുള്ള ആ ജീനിൻ്റെ ഒരു സെറ്റ് തന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റണു, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് ഇൻട്രൊഡ്യൂസിങ് അൺഡിസൈറബിൾ ജീൻ ഇൻ ടു ടാർജറ്റ് ഓർഗാനിസം. നമ്മളൊരു ടാർജറ്റ് ഓർഗാനിസത്തിലേക്ക് ഒരു ജീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡിസൈറബിൾ ആയിട്ടുള്ള ജീനുകളെ മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു ത്രൂ ജനറ്റിക് എൻജിനീയറിങ്. സോ ട്രഡീഷണൽ ഹൈബ്രിഡൈസേഷൻ ചെയ്യുമ്പോൾ അൺഡിസൈറബിൾ ആയിട്ടുള്ള ജീനുകളും അതിൻ്റെ മൾട്ടിപ്ലിക്കേഷനും ഉൾപ്പെടാറുണ്ട്. സോ ഇതിനൊരു പരിഹാരമാണ്, ഇതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ജനറ്റിക് എൻജിനീയറിങ്. സോ ജനറ്റിക് എൻജിനീയറിങ്ങിലൂടെ നമുക്ക് ആവശ്യമുള്ള ജീനുകൾ മാത്രം, ഡിസൈറബിൾ ആയിട്ടുള്ള ജീനുകൾ മാത്രം നമ്മുടെ ഒരു ടാർജറ്റ് അല്ലെങ്കിൽ ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ആവശ്യമുള്ള ജീനുകൾ മാത്രം നമുക്ക് അതിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതാണ് ജനറ്റിക് എൻജിനീയറിങ്. സോ ജനറ്റിക് എൻജിനീയറിങ് ടെക്നിക്കൽ എന്താണ് വരുന്നത്, നമ്മൾ ക്രിയേഷൻ ഓഫ് റീകോമ്പിനൻറ്റ് DNA, പുതിയ ഫോമിലുള്ള DNA ക്രിയേറ്റ് ചെയ്യുന്നു, ജീൻ ക്ലോൺ ചെയ്യുന്നു, യൂസ് ഓഫ് ജീൻ ക്ലോണിങ് നടത്തുന്നു, അതിന് പിന്നീട് ജീൻ ട്രാൻസ്ഫർ നടത്തുന്നു, ആ ക്ലോൺ ചെയ്ത് ജീൻ ട്രാൻസ്ഫർ, ജീനുകളെ ട്രാൻസ്ഫർ ചെയ്യുന്നു, എന്നിട്ട് അത് നമ്മളെ എന്തിനനുവദിക്കുന്നു, ഐസൊലേറ്റ് ആൻഡ് ഇൻട്രൊഡ്യൂസ്, ഐസൊലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ ഓൺലി ഒന്നോ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഡിസൈറബിൾ, നമുക്ക് ആവശ്യമുള്ള ജീനിൻ്റെ സെറ്റ് മാത്രം വിത്തൗട്ട് ഇൻട്രൊഡ്യൂസിങ് അൺഡിസൈറബിൾ ജീൻസ്. ഒട്ടും തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത അൺഡിസൈറബിൾ ജീൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്ട് ആവശ്യമുള്ള ജീനെ മാത്രം ടാർജറ്റ് ഓർഗാനിസത്തിലേക്ക്, അത് ഒരു ജീനോ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ജീനുകളെയോ നമുക്ക് ടാർജറ്റ് ഓർഗാനിസത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ടാർജറ്റ് ഓർഗാനിസത്തിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യാനോ സാധിക്കുന്നതാണ്. ഏതുവഴി? ത്രൂ ജനറ്റിക് എൻജിനീയറിങ് ടെക്നിക്സ്. സോ ട്രഡീഷണൽ ഹൈബ്രിഡൈസ് സെക്ഷൽ റീപ്രൊഡക്ഷന് മേലുള്ള അഡ്വാൻറ്റേജ് മനസ്സിലായി. ട്രഡീഷണൽ ഹൈബ്രിഡൈസേഷനേക്കാളും നമുക്ക് അതിലുള്ള പോരായ്മകൾ പരിഹരിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ജനറ്റിക് എൻജിനീയറിങ്. സോ ജനറ്റിക് എൻജിനീയറിംഗിൽ ആവശ്യമുള്ള ജീനുകളെ മാത്രമേ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുള്ളൂ, അതിനെ മാത്രമേ ഐസൊലേറ്റ് ചെയ്യുള്ളൂ. എവിടെ നിന്ന്? ടാർജറ്റ് ഓർഗാനിസത്തിൽ നിന്ന് അഥവാ ഹോസ്റ്റ് ഓർഗാനിസത്തിൽ നിന്ന്. സോ ഇനി അടുത്തത്, നമ്മൾ ഒരു പീസ് ഓഫ് DNA, ഫേറ്റ് ഓഫ് എ പീസ് ഓഫ് DNA, ഒരു പെർട്ടിക്കുലർ പാർട്ട് ഓഫ് എ DNA അല്ലെങ്കിൽ പീസ് ഓഫ് DNAയുടെ ഫേറ്റ് എന്തായിരിക്കുമെന്നാണ്. സോ നമ്മളൊരു ഫേറ്റ് ഓഫ് ഒരു പീസ്, ഒരു ഓർഗാനിസത്തിൻ്റെ ക്രോമസോമിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ പാർട്ട് ഓഫ് DNA നമ്മൾ അതിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തു, എന്നിട്ട് അതിനെ ട്രാൻസ്ഫർ ചെയ്തു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അൺനോൺ ആയിട്ടുള്ള ഒരു ഏലിയൻ ഓർഗാനിസത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളൊരു പെർട്ടിക്കുലർ പീസ് ഓഫ് DNA ഐസൊലേറ്റ് ചെയ്ത് അതിനെ ഒരു ഡിഫറെൻ്റായ ഒരു ഏലിയൻ വേറൊരു ഓർഗാനിസത്തിലേക്ക്, ഈ പീസ് ഓഫ് DNA ഒരു ഏലിയൻ ഓർഗാനിസത്തിൽ വേറൊരു ഓർഗാനിസത്തിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്താൽ എന്ത് സംഭവിക്കും? മോസ്റ്റ് പ്രോബബിളി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ DNA പാർട്ട് ഒരിക്കലും ആ ഹോസ്റ്റ് ഓർഗാനിസത്തിൽ മൾട്ടിപ്ലൈ ചെയ്യില്ല. അതുമാത്രമല്ല, ഈ ഓർഗാനിസത്തിൻ്റെ പ്രോജനിയിൽ ഒന്നും തന്നെ ഈ DNA കാണുകയുമില്ല. സോ ഫേറ്റ് ഓഫ് പീസ് ഓഫ് DNA എന്ന് പറയുന്നത്, നമ്മളൊരു പീസ് ഓഫ് DNA ഒരു ഏലിയൻ ഓർഗാനിസത്തിൽ വേറൊരു ഓർഗാനിസത്തിലേക്ക് നമ്മളൊരു വിചാരിക്കുന്ന ഒരു DNAയുടെ പീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ DNA ആ ഹോസ്റ്റ് ഓർഗാനിസത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുകയില്ല എന്ന് മാത്രമല്ല, ആ ഹോസ്റ്റ് ഓർഗാനിസത്തിൻ്റെ പ്രോജനിയിൽ ഒന്നും തന്നെ ഈ DNA കാണുകയുമില്ല. എപ്പോൾ മാത്രമേ അങ്ങനെ ഹോസ്റ്റ് ഓർഗാനിസത്തിൽ നമ്മൾ കൊടുക്കുന്ന പീസ് ഓഫ് DNA അത് മൾട്ടിപ്ലൈ ചെയ്യുള്ളൂ? എപ്പോൾ മാത്രം? വെൻ ഇറ്റ് ഈസ് ഇൻ്റഗ്രേറ്റഡ് ഇൻ ടു ദ ജീനോം ഓഫ് റെസിപ്പിയൻ. നമ്മൾ കൊടുക്കുന്ന ഹോസ്റ്റ് ഓർഗാനിസത്തിൻ്റെ ജീനോമിൽ അല്ലെങ്കിൽ ആ റിസീവ് ചെയ്യുന്ന ഓർഗാനിസത്തിൻ്റെ ജീനോമിൽ നമ്മൾ കൊടുത്ത പീസ് ഓഫ് DNA ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് അത് അതിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത പീസ് ഓഫ് DNA ഏത് ഓർഗാനിസത്തിലേക്കാണോ കൊടുക്കുന്നത് ആ ഓർഗാനിസത്തിൻ്റെ ജീനോമിൻ്റെ അല്ലെങ്കിൽ ആ ഓർഗാനിസം അല്ലെങ്കിൽ ആ റെസിപ്പിയൻ്റെ ജീനോമിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പീസ് ഓഫ് DNA അതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് മേ മൾട്ടിപ്ലൈ. അതൊരു പക്ഷേ മൾട്ടിപ്ലൈ, നമ്മൾ കൊടുത്ത പീസ് ഓഫ് DNA മൾട്ടിപ്ലൈ ചെയ്തേക്കാം. എപ്പോൾ തന്നെ? ഇൻഹെറിറ്റഡ് അലോങ് വിത്ത് ഹോസ്റ്റ് DNA. ഹോസ്റ്റിലെ DNA മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ പീസ് ഓഫ് DNAയും ഇൻഹെറിറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തേക്കാം. ബിക്കോസ് ഇപ്പോൾ ഈ പീസ് ഓഫ് DNA നമ്മൾ കൊടുത്ത അൺനോൺ ആയിട്ടുള്ള ഒരു ഏലിയൻ പീസ് ഓഫ് DNA നമ്മുടെ ഹോസ്റ്റ് ഓർഗാനിസത്തിൻ്റെ ഒരു പാർട്ടായി മാറി എന്നർത്ഥം. ആ ഹോസ്റ്റ് ഓർഗാനിസത്തിനാണെങ്കിൽ എബിലിറ്റി ഉണ്ട്, അതിൻ്റെ
കോപ്പീനെ അതിൻ്റെ ജീനോമിനെ റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഓറൈ. സോ ഓരോ ക്രോമസോമിലും നമുക്കറിയാം സ്പെസിഫിക് DNA സീക്വൻസ് ഉണ്ട്. എല്ലാ ക്രോമസോമിലും സ്പെസിഫിക് DNA സീക്വൻസ് ഉണ്ട്. അതിനെ നമ്മൾ വിളിച്ചിട്ടുള്ളതാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ അഥവാ ORI എന്ന് പറഞ്ഞാൽ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ആ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ കൊണ്ടാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്, റെപ്ലിക്കേഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. സോ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ കാരണമാണ് റെപ്ലിക്കേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് അഥവാ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എല്ലാ ക്രോമസോമിലും ഒരു സ്പെസിഫിക് DNA സീക്വൻസ് ഉണ്ട്. ആ സ്പെസിഫിക് DNA സീക്വൻസ് ആണ് ആ റെപ്ലിക്കേഷനെ ഒറിജിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. സോ നമ്മൾ കൊടുക്കുന്ന ഒരു അൺനോൺ പീസ് ഓഫ് DNA നമ്മുടെ ഹോസ്റ്റ് ഓർഗാനിസത്തിൻ്റെ ക്രോമസോമിൻ്റെ ഒരു ഭാഗമായി മാറിയാൽ, അതിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോസ്റ്റ് ഓർഗാനിസം റെപ്ലിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ നമ്മൾ കൊടുത്ത ഏലിയൻ പീസ് ഓഫ് DNAനെയും റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ബിക്കോസ് ഹോസ്റ്റ് ഓർഗാനിസത്തിൽ എന്തുണ്ട്, ORI ഉണ്ട്, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. സോ ഹോസ്റ്റ് ഓർഗാനിസം അത് അതിൻ്റെ സ്വന്തം DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഭാഗമായി വന്ന അൺനോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏലിയൻ പീസ് ഓഫ് DNAനെയും കൂടി റെപ്ലിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ദെർഫോർ ഫേറ്റ് ഓഫ് പീസ് ഓഫ് DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു പീസ് ഓഫ് DNAനെ ഒരു ഓർഗാനിസത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ഓർഗാനിസം ഒരിക്കലും എന്ത് ചെയ്യില്ല, അതിനെ മൾട്ടിപ്ലൈ ചെയ്യില്ല. എപ്പോൾ മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യുള്ളൂ, ആ ഓർഗാനിസത്തിന് ഹോസ്റ്റ് ഓർഗാനിസത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ കൊടുത്ത പീസ് ഓഫ് DNA മാറിക്കഴിഞ്ഞാൽ, ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെപ്ലിക്കേറ്റ് ചെയ്യും. സോ ഫോർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എനി ഏലിയൻ പീസ് ഓഫ് DNA, ഏത് ഏലിയൻ പീസ് ഓഫ് നമ്മൾ കൊടുക്കുന്ന അൺനോൺ ആയിട്ടുള്ള ഏത് ഏലിയൻ പീസ് ഓഫ് DNAയും മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഇൻ എൻ ഓർഗാനിസം, ഒരു ഓർഗാനിസത്തിൽ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഇറ്റ് നീഡ്സ് ടു ബി പാർട്ട് ഓഫ് ക്രോമസോം. അത് ആ ക്രോമസോമിൻ്റെ ഹോസ്റ്റ് ഓർഗാനിസത്തിൻ്റെ ഒരു പാർട്ടായി മാറേണ്ടതായിട്ടുണ്ട്. വിച്ച് ഹാസ് സ്പെസിഫിക് സീക്വൻസ് ORI. ആ ക്രോമസോം ഹോസ്റ്റ് ഓർഗാനിസത്തിൻ്റെ ക്രോമസോമിൽ ഒരു സ്പെസിഫിക് DNA സീക്വൻസ് ഉണ്ടായിരിക്കും, അതായിരിക്കും ORI, ഇനീഷ്യേഷൻ, റെപ്ലിക്കേഷൻ ഇനീഷ്യേഷൻ. ദാറ്റ് ഈസ് നമ്മൾ കൊടുത്ത ഏലിയൻ DNA എന്ത് സംഭവിക്കുന്നു, ഏലിയൻ DNA ലിങ്ക്ഡ് വിത്ത് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ഹോസ്റ്റ് ഓർഗാനിസത്തിൻ്റെ ORIയുമായിട്ട് നമ്മൾ കൊടുത്ത ഏലിയൻ പീസ് ഓഫ് DNA ലിങ്ക്ഡ് ആവുന്നു. അതുവഴി എന്തുണ്ടാവുന്നു, ദസ് ഏലിയൻ പീസ് ഓഫ് DNA ക്യാൻ റെപ്ലിക്കേറ്റ്. ഇപ്പോൾ നമ്മൾ കൊടുത്ത ഏലിയൻ പീസ് ഓഫ് DNA റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും ആൻഡ് മൾട്ടിപ്ലൈ ഇറ്റ് സെൽഫ് ഇൻ ഹോസ്റ്റ് ഓർഗാനിസം. ആ ഹോസ്റ്റ് ഓർഗാനിസത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അതിനെ വിളിക്കുന്ന പേരാണ് ക്ലോണിങ്. സോ ഹോസ്റ്റ് ഓർഗാനിസത്തിൽ നമ്മൾ കൊടുത്ത ഒരു പീസ് ഓഫ് DNA റെപ്ലിക്കേറ്റ് ചെയ്ത് അതിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്ലോണിങ്. നമ്പർ ഓഫ് കോപ്പീസ് ഉണ്ടാക്കുകയാണെങ്കിൽ ക്ലോണിങ്, അഥവാ അതിന് വേറെ പേരാണ് മേക്കിംഗ് മൾട്ടിപ്പിൾ ഐഡൻറ്റിക്കൽ കോപ്പീസ്. ഒരേപോലെയുള്ള ഒരുപാട് കോപ്പീസ് ഓഫ് എനി ടെംപ്ലേറ്റ് DNA. ടെംപ്ലേറ്റ് DNA എന്ന് വെച്ചാൽ നമ്മൾ ഏത് പീസ് ഓഫ് DNA ആണ് കൊടുക്കുന്നത്, നമ്മൾ കൊടുത്ത ആ ടെംപ്ലേറ്റ് DNAയുടെ ഒരുപാട് മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്ലോണിങ്. സോ നമ്മളൊരു പീസ് ഓഫ് DNA ഒരു ഓർഗാനിസത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഗാനിസത്തിൻ്റെ ഭാഗമായിട്ട് ആ പീസ് ഓഫ് DNA മാറിക്കഴിഞ്ഞാൽ, ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഹോസ്റ്റ് ഓർഗാനിസത്തിൻ്റെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനുമായിട്ട് ഈ ഏലിയൻ പീസ് ഓഫ് DNA ലിങ്ക് ചെയ്ത് ആ ORIയുടെ സഹായത്തോടു കൂടി എന്ത് സംഭവിക്കുന്നു, ഈ നമ്മൾ കൊടുത്ത ഏലിയൻ പീസ് ഓഫ് DNAയും റെപ്ലിക്കേറ്റ് ചെയ്യുന്നു, മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കുന്നു. ഹോസ്റ്റ് ഓർഗാനിസത്തിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഒരുപാട് കോപ്പീസ് ഉണ്ടാക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ക്ലോണിങ്, അഥവാ മേക്കിംഗ് മൾട്ടിപ്പിൾ ഐഡൻറ്റിക്കൽ ഒരേപോലുള്ള കോപ്പീസ് ഓഫ് ടെംപ്ലേറ്റ് DNA.